ലക്ഷം രൂപ അനുവദിച്ചു, അത് കഴിഞ്ഞിട്ട് 10 ലക്ഷം അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിയുമ്പോൾ പറഞ്ഞു മറ്റേ പൈപ്പ് ഇടുന്നതിൻ്റെ പേരിൽ അവർ ശരിയാക്കും, പൈപ്പ് ഇട്ട് കഴിയുമ്പോൾ അവർ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. ആരും ശരിയാക്കുന്നില്ല. ഇപ്പം കുളമായി കിടക്കുന്നല്ലാതെ നമ്മൾ എന്നാ ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ അങ്ങനെ അങ്ങ് ജീവിക്കുക. വഴിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വീഡിയോകളിൽ കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തുള്ള മാനത്തൂര് പാട്ടത്തിപ്പറമ്പ് റോഡിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയുണ്ടായി. ഇരട്ടക്കൊമ്പൻ എന്ന യൂട്യൂബ് ചാനൽ കൃഷി സംബന്ധമായ വീഡിയോകളാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടി ആയതുകൊണ്ടും ഈ റോഡ് 2 വർഷമായിട്ട് പണികൾ നടത്താതെ ഇവിടെ കിടക്കുകയും ഇപ്പം ഫണ്ട് ലാപ്സായി പോയിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ ആണിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ ഈ വാർഡിലെ മെമ്പർ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതോടൊപ്പം ഈ റോഡിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥയായ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ഞാൻ ഫോണിൽ വിളിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. ഈ റോഡ് പണിയുടെ നിലവിലുള്ള അവസ്ഥ അറിയുന്നതിന് വേണ്ടി കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടറെ ഞാൻ വിളിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം നമുക്ക് കേൾക്കാം. ഹലോ, ഇത് കോൺട്രാക്ടർ മത്തച്ചാണോ? ഇത് നമ്മുടെ കടനാട് പഞ്ചായത്തിൽ നിന്ന് മുൻ വൈസ് പ്രസിഡന്റ് ജോജി എന്ന് പറഞ്ഞതാണ് വിളിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് കണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും കോൺട്രാക്ടർ മൊത്തത്തിലായിട്ടാണ് തോന്നുന്നു. അതെന്നാ അതിന്റെ സത്യാവസ്ഥ? അത് റോഡ് റീട്ടയർ ചെയ്യാൻ റോഡ് ഉണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റോഡില്ലല്ലോ. റോഡ് തന്നെ ഒഴുകി പോയോ? എനിക്ക് റോഡ് അവിടെ അവര് കുത്തിപ്പൊട്ടിച്ചിട്ടിരിക്കല്ലോ വാട്ടോട്ടിക്കാർ. അല്ല, അത് റീടാറിങ്ങിനായിരുന്നോ അല്ലെങ്കിൽ ഫ്രഷ് ടാറിങ്ങിനായിരുന്നോ ഫണ്ട് അനുവദിച്ചിരുന്നേ? റീടാറിങ് അന്ന് റീടാറിങ്. ഇപ്പൊ റീടാർ ചെയ്യണ റോഡ് വേണം. ടാർ ചെയ്ത റോഡല്ലേ റീടാർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇത് എത്ര നാൾ മുമ്പ് അഗ്രിമെന്റ് വെച്ചിരുന്ന ഈ റോഡ്? കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ സമയത്താണ്. അപ്പൊ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു പറഞ്ഞാൽ അന്നേരം റോഡ് പൊട്ടിച്ചിട്ട് 1 നാളായില്ലേ? അല്ല, മഴ കഴിഞ്ഞിടത്തേനും റോഡ് പൊട്ടിച്ചു പോയി. റോഡ് പൊട്ടിച്ചത് 3 മാസമായുള്ളൂ. അതിന് മുമ്പ് എല്ലാം വെച്ചാൽ ഇത് ഇവിടെ പൈപ്പ് പൊട്ടിക്കാണെന്ന് എല്ലാം കർണാടക പഞ്ചായത്തിൽ എല്ലാ റോഡും ഉണ്ടെന്ന് വാട്ടർ അതോറിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വാട്ടർ അതോറിറ്റിക്കാർ ആരോട് പറഞ്ഞു? എനിക്കറിയില്ല. നമ്മളോട് ചെയ്യാനാ പറഞ്ഞത്. ആണോ പറഞ്ഞേ? ആണോ പറഞ്ഞു വെച്ചാൽ അത് ഇവിടെ അവിടെ എല്ലാം വാട്ടർ അതോറിറ്റിക്കാരെ പൈപ്പ് പൊട്ടി. ഞങ്ങൾ വേറെ ഇവിടെ ഭരണങ്ങാനം പഞ്ചായത്ത് ചെയ്തപ്പം അവിടെ അവർ പൊട്ടിക്കാൻ അവർ പറഞ്ഞു ഇന്നടത്ത് ഇന്നെ റോഡ് പൊട്ടിക്കാൻ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യായിരുന്നു പൊട്ടിച്ച് കഴിഞ്ഞ് ചെയ്യാനായിട്ട്. പൊട്ടിച്ച് അവർ റിസ്റ്റോറേഷൻ ചെയ്ത് തരുമെന്നാ പറഞ്ഞേ. അവർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും റിസ്റ്റോർ ചെയ്താലേ നമുക്ക് ചെയ്യത്തുള്ളൂ. എന്തായാലും ഈ 2022-23 കാലഘട്ടങ്ങളിലാണ് ഇത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നത് ഫണ്ട്. അടുത്ത് അല്ല, അത് ഇപ്പം ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിസ്റ്റോറേഷൻ നടത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ റോഡിന്റെ ഗുണഭോക്താവാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഇപ്പൊ 1 വർഷത്തെ ഡിലേ വന്നല്ലോ. ഇപ്പൊ മൊത്തത്തിൽ ഇത് ഈ കോൺട്രാക്ടർ എടുത്തതിന് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം 1 വർഷത്തെ ഡിലേ വന്നു. അതന്നേരം ഓർഡർ വന്നു. പക്വൽ പ്ലാന്റ് വേണം. അപ്പൊ അത് ആ പ്ലാന്റ് അവൈലബിൾ കോട്ടയം ജില്ലയിൽ ഇല്ലായിരുന്നു. അപ്പൊ അത് റെഡിയായി വന്നേരം ഇവിടെ പൈപ്പിലേയും പൊട്ടിച്ചു. പൈപ്പിലേയും പൊട്ടിച്ചു കഴിഞ്ഞോണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് എടുത്ത ടെൻഡർ ചെയ്ത വർക്കെല്ലാം പക്വൽ പ്ലാന്റ് വേണമെന്ന് സീൽ ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ചെയ്യാൻ കിടന്നത്. അത് പറഞ്ഞാലല്ലേ ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്ത് മെമ്പർ ഇന്ന് ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ധർണ നടത്തുന്നതൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്നത്. ആളുകളെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് റോഡ് ഉണ്ടെങ്കിലും ചെയ്യാൻ നോക്കൂ. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു നിങ്ങളെ വിളിച്ചിട്ടില്ലെന്ന്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ മിനിങ്ങാന്ന് ഒരാൾ വിളിച്ചു. പഴയ പ്രസിഡന്റ് ആണോ 2 പേരുണ്ട്. അപ്പൊ അവരോട് ഞാൻ കാര്യം പറഞ്ഞു, ഇതാണ് പ്രശ്നം, എനിക്കിപ്പോ ചെയ്യാൻ റോഡില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫൈനൊന്നും ഇല്ലാതെ ആ റോഡ് ആറിയാക്കി തരുക ചെയ്ത് കൊടുക്കാനും പോകും. ഫൈനൊന്നും ഇല്ലാതെ റോഡ് കുറച്ച് നീളെ തീരുള്ളൂ. കുറച്ച് നീളം തീരുള്ളൂ. ഓക്കെ. അതെന്നാ പറയാ, ഞാൻ വിളിച്ചതിന്റെ കാര്യം, നമ്മളിന്ന് ചാനലിൽ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ റോഡ് സംബന്ധമായിട്ട്. അപ്പം മെമ്പർ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ ധാരണയുണ്ടായിരുന്നു. അതിന്റെ എല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണമല്ലോ. അല്ലാണ്ട് ഇവര് തമ്മിലുള്ള പ്രശ്നം നമുക്ക് പാട്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലോ. ശരിക്കും പറഞ്ഞാൽ പക്വൽ പ്ലാന്റിന്റെ പ്രശ്നമില്ല, നേരത്തെ ചെയ്തു പോയത്.
ചെയ്തു പോയാലും പറ്റുന്നതിനും പക്വൽ പ്ലാൻ വന്നപ്പം കോട്ടയം ജില്ലയിൽ ആകെ അന്ന് ഒരെണ്ണേ ഉള്ളു ഇവിടെ ഈ ഷാനറ്റ് എന്ന് പറഞ്ഞ ഏറ്റുവാനുള്ള ഒരാൾക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും പ്ലാന്റേൽ ഇത് പിടിപ്പിച്ചോണ്ട് പറഞ്ഞാൽ. ഓ അത് ശരി ശരി. അതുപോലെ തന്നെ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കെതിരെ, അതായത് കണ്ടത്തിമാവില് റോഡ് ചെയ്തിട്ട് ഒലിച്ചു പോയെന്നും പറഞ്ഞോണ്ട്, അതെന്നാ സംഭവം? അത് ഉറവായിട്ട് കുറെ സ്ഥലം പൊട്ടി ഒളിച്ചു പോയി. നമ്മൾ ചെയ്ത ഒട്ടുറ മഴ ചെയ്തത് അത് അവിടെ കുറെ സ്ഥലം മാറ്റി കോൺക്രീറ്റ് ചെയ്തു. അത് അന്നേരം തന്നെ അതെത്ര നാളായി ചെയ്തിട്ട്? അത് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മഴ ചെയ്തത് ഒട്ടു കുറെ മഴ തുടങ്ങി. അത് ഏത് ഫണ്ടായിരുന്നു? അത് MLA ഫണ്ടാ. അത് ഉറവയായി പോയത്. അല്ല അന്നേരം അത് എന്തുകൊണ്ട് ചെയ്തു? എന്നിട്ട് ഈ പാട്ടത്തിപ്പറമ്പ് റോഡ് ചെയ്യാത്തത് അത് റീടാറിങ് ആയിരുന്നു? അത് അല്ല, അത് റീടയർ ചെയ്തേ. റീടയർമെന്റ് ശകലം ഫ്രഷ് ടാറിംഗ് ഉണ്ട്. പക്ഷെ അന്നേരം ബക്കൽ പ്ലാന്റ് വന്നപ്പോൾ ഇത് ഈ റോഡ് പൊട്ടിച്ച് മറ്റേ റോഡ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അത് പൊട്ടിച്ചില്ലാത്തോണ്ട് അത് റീടയർ ചെയ്തു അല്ലേ? റീടയർ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താന്ന് ചോദിച്ചാലേ, ഇപ്പം ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. കാരണം ഇവിടെ ഇപ്പം 2 മെമ്പർമാർ, അതായത് പ്രസിഡന്റും മാനത്തൂരെ മെമ്പറും പുഴയിലെ മെമ്പറും തമ്മിൽ കുസ്തിയാ. ഞാനത് പറഞ്ഞു, ഇവര് എന്ന് ഈ കണ്ടതിന് ഫൈൻ ഇല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ആറി ആക്കുവാൻ എനിക്ക് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല കഴിഞ്ഞാല് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്കിത് ഫൈൻ അടിച്ചോണ്ടിരിക്കുക. ജയം പൊട്ടിച്ച റോഡിന് ഫൈൻ ഇടരുതെന്നാണ് കളക്ടർ മീറ്റിംഗ് കൂടി തീരുമാനം. പക്ഷെ ഇയാള് ഫൈൻ ഇടും. കഴിഞ്ഞ മാസം 1% ഒരു ഫൈൻ അടിച്ചു. ഇനി ഇത് ചെയ്യണമെങ്കിൽ ഇവര് റിസ്റ്റോർ ചെയ്ത് ചെയ്യണമെങ്കിൽ അടുത്ത ഈ മഴക്കാലം കഴിയാതെ നടക്കരുത്. അപ്പത്തേനും ഫൈൻ കണ്ടുവാനും കയറി വരും. അതുകൊണ്ട് നിലവിലിപ്പം ഈ റോഡ് പണി വേണ്ടെന്ന് വെച്ചു അല്ലേ? വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഒന്നെങ്കിൽ ഫൈൻ ഇല്ലാതെ മറ്റേ ആറി ഉണ്ടാക്കി തരണം. ഫ്രഷ് ടാറിങ് റീടാർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കി തരികയാണ് ചെയ്യും. പക്ഷെ അന്നേരം നീളം എന്തിനാണ് ചെയ്യുന്ന കഴിഞ്ഞാൽ കുറച്ച് നീളം കുറവായിരിക്കും. നമുക്ക് അങ്ങേറ്റം ഇങ്ങോട്ടാ എടുത്തിരിക്കുന്നവര്. മനസ്സിലായി. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് ആ ഫണ്ട് ലാപ്സ് ആകാതെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. അല്ല, അതിന് ചെയ്യണമെങ്കിൽ ഇവർ ആരും ഉണ്ടാക്കി തരണമെന്ന് എനിക്ക്. ആരാ ഉണ്ടാക്കി തരണ്ടേ? അത് MLA ലെറ്റർ കൊടുത്താൽ പുതിയ രീതിയിലുള്ള റീടാറിങ് മാറ്റി മറ്റേ ടാറിങ് ആകാം. അന്നേരം ഈ ഫണ്ട് ലാപ്സ് ആയി പോയില്ലേ? ഫണ്ട് ലാപ്സ് ആകുമൊന്നുമില്ല. ആയിട്ടില്ല. അപ്പം ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് വെച്ചേക്കുന്നോണ്ട് ലാപ്സ് ആകിയല്ലേ? ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്യണേൽ ഈ കാരണം പറഞ്ഞാലും അധികം ഫൈൻ അടിക്കുന്നില്ല. ഫൈൻ അടിക്കും. അപ്പൊ ഈ ഫൈന് ഒഴിവാക്കി ഇവർക്ക് MLAക്ക് ചെയ്യാൻ പറ്റിയല്ലേ? MLA പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങനെ പൈപ്പിലേയും വെട്ടി കിടക്കുന്നുണ്ടോ ചെയ്യാത്തത്, ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാല് അത് മാറ്റിത്തരാം. അല്ലെങ്കിൽ ഇപ്പം നിലവില് ഇനിയിപ്പം ഈ നിങ്ങളിത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് വേറൊരു ഫണ്ട് ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റിയല്ല. പക്ഷെ ഇവര് മറ്റേ പാട്ടവത്തിക്കാരെ റീസ്റ്റോർ ചെയ്യേണ്ട വർക്ക് അവരുടെ എഗ്രിമെന്റ് അങ്ങനെയാണല്ലോ. അവര് എഗ്രിമെന്റ് വെച്ചിട്ടില്ലെന്നാ പറഞ്ഞ കേട്ടെ. കൃത്യം അറിയില്ല. അല്ലല്ല, അവര് എല്ലാ വർക്കും ചെയ്ത് കൊടുത്തേ പറ്റും. റീസ്റ്റോർ ഞങ്ങള് ഇവിടെ ഭരണകാലത്ത് അവര് ചെയ്തല്ലോ. ചെയ്തു അല്ലേ? ഓക്കെ. ഈ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ റോഡ് പണി മുടങ്ങിപ്പോയാല് ഈ നിങ്ങളെ പൈസ പോയല്ലേ? എഗ്രിമെന്റ് പൈസ അല്ലാണ്ട് ഈ PWD മാനുവൽ അനുസരിച്ച് റിസ്ക് ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. എന്തോ കാരണങ്ങൾ വ്യക്തമായ കാരണങ്ങൾ വേണം. കാരണം നമ്മുടെ കർണാടക പഞ്ചായത്ത് തന്നെ ഒരു 2 വർഷം മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എഴുതി കൊടുത്തില്ല. ഇന്ന കാരണം ഞാൻ ഇത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. റോഡ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് എനിക്ക് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് ആ ടാറിങ്ങിനുള്ള ഈ എസ്റ്റിമേറ്റ് ആക്കി തന്നെന്ന് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്റെ എക്സഷൻ ടൈമിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് അടുത്ത മാസം വരെ എനിക്ക് ടൈം കിടക്കും. നിലവില് ജൂൺ 30 വരെ ഉണ്ട് എനിക്ക്. മനസ്സിലായി. അപ്പൊ ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്നെ തീരുമാനം എനിക്ക് ടാർ ചെയ്യണമെങ്കിൽ റോഡ് ഒന്നെങ്കിൽ ഫ്രഷ് ടാറിംഗ് ആണ് ചെയ്യാൻ പറ്റും, അല്ലാതെ റീടാറിംഗ് ചെയ്യാൻ പറ്റത്തില്ലോ. റീടാറിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവിടെ റീടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് നിൽക്കത്തില്ല. അല്ല, റീടാർ ചെയ്യത്തില്ല. റോഡ് കൂടെ മണ്ണ് ഒരു ഇതിലും മാറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചു. ഈ റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് കരാറുകാരനാണ് സംസാരിച്ചത്. ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.